രണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം 5 ദിവസം നീണ്ടുനിന്ന കലാമാമാങ്കത്തിന് 24 വേദികളിൽ നിറഞ്ഞു നിന്ന കുരുന്നുകളുടെ കലാ പ്രകടനങ്ങൾക്ക് തിരശീല വീഴുകയാണ്. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരശീല വീഴുമ്പോൾ അവിടുത്തെ സമാപന സമ്മേളനം തുടങ്ങാനിരിക്കുന്നു. ആശ്രമ മൈതാനിയിലെ പ്രത്യേക വേദിയിലേക്ക് വിശിഷ്ടാതിഥികൾ എത്തുകയാണ്. അനുജയുണ്ട് കലോത്സവ വേദിയിൽ നിന്ന് വിശേഷങ്ങളുമായി. അനുജ, പറയൂ, എന്തൊക്കെയാണ് ഇപ്പോൾ ഇനി അവിടുത്തെ പരിപാടികൾ? ഇവിടെ ഇപ്പോൾ കൊല്ലം ആശ്രാമം മൈതാനി എന്ന് പറഞ്ഞാൽ ജനസാഗരമാണ്. ഒരു സൂചി നിലത്തിട്ടാൽ അത് നിലത്തേക്ക് പോകില്ല എന്നുള്ള അതാണ്. അല്പസമയത്തിനകം സമാപന സമ്മേളനം ആരംഭിക്കും. നടൻ മമ്മൂട്ടിയാണ് മുഖ്യാതിഥി. മമ്മൂട്ടിക്കായുള്ള കാത്തിരിപ്പാണ്. മന്ത്രിമാരെത്തിക്കഴിഞ്ഞു. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. അവരെല്ലാവരും വേദിയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ മുഖ്യാതിഥിക്കായുള്ള കാത്തിരിപ്പാണ്. മമ്മൂട്ടിക്കായുള്ള കാത്തിരിപ്പിലാണ്. ഇവിടം നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. നമ്മൾ ഇതിന്റെ ഉദ്ഘാടനം 62ാമത് കേരള സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടനത്തിന് കണ്ടതുപോലെയോ അതിനേക്കാളൊക്കെ ഇരട്ടിയിൽ ഏറെയോ ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇരു കൈയും നീട്ടി ഈ കലോത്സവത്തെ കൊല്ലം സ്വീകരിച്ചിട്ടുണ്ട്. നമ്മൾ ആ പോയിന്റ് നിലയിലേക്ക് കൂടി നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കൽ കൂടി പോവുകയാണ്. കണ്ണൂർ ഇക്കുറി സ്വർണ്ണക്കപ്പിൽ മുത്തമിടാൻ പോവുകയാണ്. ഉദ്വേഗജനകമായ നിമിഷങ്ങളായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം കടന്നുപോയത്. തുടക്കത്തിലൊക്കെ നമ്മൾ കണ്ടത്, ആദ്യ ദിവസങ്ങളിലെല്ലാം കോഴിക്കോടിന്റെ ആധിപത്യം നമ്മൾ കണ്ടിരുന്നു. അതിനുശേഷം പിന്നീട് അത് മാറി മറിയുന്നു, പോയിന്റ് നില മാറി മറിയുന്നു. കണ്ണൂർ മുന്നിലേക്ക് എത്തുന്ന കാഴ്ച. ഇന്നാകുമ്പോഴേക്കും തിരികെ കോഴിക്കോട് ഏതാനും 2-3 പോയിന്റ് വ്യത്യാസത്തിൽ തന്നെ കോഴിക്കോട് മുന്നിൽ നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. എന്നാൽ അല്പസമയം മുൻപ് ചിത്രം വ്യക്തമാവുകയായിരുന്നു. കണ്ണൂർ അത് തിരികെ പിടിക്കുന്നു. 952 പോയിന്റുമായി കണ്ണൂർ ജില്ല 62ാമത് സ്കൂൾ കലോത്സവ ചാമ്പ്യന്മാരാവുകയാണ്. കോഴിക്കോടിന് നഷ്ടപ്പെടുന്നത് വെറും 3 പോയിന്റിന്റെ വ്യത്യാസത്തിലാണ്. 949 പോയിന്റുമായി കോഴിക്കോട് 2ാം സ്ഥാനത്തേക്ക് എത്തുന്നു. കോഴിക്കോടിനെ സംബന്ധിച്ച് ഇത് നിരാശയുടേതാണ്. കാരണം ഈ കപ്പ് കോഴിക്കോട്ട് നിന്ന് കൊല്ലത്തേക്ക് എത്തിക്കുമ്പോൾ അവർ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. ഞങ്ങൾ ഈ കപ്പ് തിരിച്ച് കോഴിക്കോട്ടേക്ക് തന്നെ കൊണ്ടുപോകുമെന്ന്. 2018-ലും 19-ലും 22-ലും എല്ലാം കപ്പ് നേടിയ കോഴിക്കോടിന്റെ ആത്മവിശ്വാസം അതായിരുന്നു. പക്ഷേ ആ ആത്മവിശ്വാസം അത് ഫലം കണ്ടില്ല. കണ്ണൂർ ജില്ല കടുത്ത പോരാട്ടം കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു. അവർ ഇക്കുറി ഏതാണ്ട് 1/4 നൂറ്റാണ്ടിന് ശേഷമാണ് കണ്ണൂരിലേക്ക് ഈ കപ്പ് ചെന്നെത്തുന്നത് എന്നുള്ളത് കൂടി ഏറ്റവും വലിയ സവിശേഷതയാണ്. കണ്ണൂർ ജില്ലയെ സംബന്ധിച്ച് ആഹ്ലാദിക്കാൻ ഏറെയുണ്ട്. ഹയർ സെക്കൻഡറി മത്സര ഫലങ്ങൾ കൂടി വന്നതോടെയാണ് കണ്ണൂരിന്റെ ആധിപത്യം ഏറെക്കുറെ ഉറപ്പിക്കാൻ കഴിഞ്ഞത്. ഏറ്റവും ഒടുവിലായി പൂർത്തിയായ സ്കിറ്റ് മത്സരമായിരുന്നു. സ്കിറ്റിന്റെ കൂടി ഫലപ്രഖ്യാപനം വന്നതോടെ കണ്ണൂരിന്റെ പോയിന്റ് നില 952 എന്നതിലേക്ക് എത്തി. കോഴിക്കോട് 949 പോയിന്റ്. 3ാം സ്ഥാനത്ത് പാലക്കാട് ജില്ല. നമുക്കറിയാവുന്നതുപോലെ എപ്പോഴും കടുത്ത പോരാട്ടം കാഴ്ചവെക്കുന്ന ജില്ലകളാണ് കോഴിക്കോടും കണ്ണൂരും പാലക്കാടും ഒക്കെ. പലകുറി ചാമ്പ്യന്മാരായിട്ടുള്ള ജില്ല. ഇക്കുറിയും ഈ ജില്ലകൾ തമ്മിലുള്ള കടുത്ത മത്സരമാണ് കണ്ടത്. 62ാമത് കലോത്സവ വേദിയിലും നമ്മൾ കണ്ടത് ഈ 3 ജില്ലകളും തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. 3ാം സ്ഥാനത്ത് പാലക്കാട് 938 പോയിന്റ്. 4ാം സ്ഥാനത്ത് തൃശൂർ ജില്ല 925 പോയിന്റ്. മലപ്പുറം 913 പോയിന്റുമായി 5ാം സ്ഥാനത്ത്. ആതിഥേയ ജില്ലയ്ക്കും അഭിമാനിക്കാം. കാരണം അവർ 6ാം സ്ഥാനത്തുണ്ട് 910 പോയിന്റുമായി എന്നുള്ളതാണ്. കൊല്ലം ജില്ലയും ഒക്കെ തുടക്കം മുതൽ തന്നെ ഏതാണ്ട് ഈ ഒരു പൊസിഷൻ നിലനിർത്തിയിരുന്നു. പക്ഷേ 1ഉം 2ഉം സ്ഥാനങ്ങളിൽ അത് മാറി മറിയുന്ന കാഴ്ച ആദ്യ ദിനം മുതൽ നമ്മൾ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇക്കുറി നമുക്കൊരു പ്രവചനം അസാധ്യമാണ് എന്നത് ആദ്യ ദിനം തന്നെ നമുക്ക് തോന്നിയിരുന്നു. കോഴിക്കോടാണോ കണ്ണൂരാണോ എന്നുള്ളത് ഇന്നലെയും ഇന്നും ഒക്കെ നമുക്കത് പറയാൻ സാധിക്കാത്ത തരത്തിലേക്കായിരുന്നു. ഇന്നിപ്പോൾ അത് ഉറപ്പിച്ചിരിക്കുന്നു. കണ്ണൂരിലേക്ക് പോവുകയാണ് കലാകിരീടം 952 പോയിന്റുമായി. അതുപോലെ സ്കൂളുകളിൽ ചാമ്പ്യന്മാർ പാലക്കാട് ആലത്തൂർ ഗുരുകുലം സ്കൂൾ. അവർ ഏറ്റവും കൂടുതൽ തവണ ഈ പട്ടം നേടിയിട്ടുള്ളവരാണ്. ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന സ്കൂൾ എന്ന പട്ടം നേടിയിട്ടുള്ളവരാണ്. ഇക്കുറി അവരും ആ പദവി നിലനിർത്തുകയാണ്. ഇനിയിപ്പോൾ കപ്പിൽ മുത്തമിടാനുള്ള തയ്യാറെടുപ്പാണ്. ആ മണിക്കൂറിലേക്ക്, ആ നിമിഷങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ കൃത്യം 5 മണിയോടെ തന്നെ മമ്മൂട്ടി എത്തിച്ചേരുമെന്നാണ് കരുതുന്നത്. അതോടെ സമാപന സമ്മേളനം ആരംഭിക്കും. ഇവിടെ ഇപ്പോൾ ജനനിമിടമാണ്. ഇങ്ങോട്ടേക്ക് ഇവിടെ ഫോൺ നെറ്റ്വർക്കുകളൊക്കെ ജാമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. ഏതായാലും കഴിഞ്ഞ 5 ദിവസം കൊല്ലത്ത് നടന്ന ഈ കലാമാമാങ്കത്തെ കൊല്ലം ജില്ല ഇരു കൈയും നീട്ടി സ്വീകരിച്ചു എന്നുള്ളതാണ്. ഇനി 24-നെ സംബന്ധിച്ച് 24-ന്റെ ഒരു
കപ്പുണ്ട്, ചാമ്പ്യൻസ് ട്രോഫി. ഇക്കുറി അത് കണ്ണൂർ ജില്ലയ്ക്ക് നമ്മൾ കൈമാറുകയാണ്. നമ്മുടെ പവലിയനിൽ ഈ ട്രോഫി നമ്മൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതൽ അതിവിടെ പ്രദർശിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ 62ാമത് കേരള സ്റ്റേറ്റ് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ ചാമ്പ്യൻസ് ട്രോഫി ഇക്കുറി 24ന്റെ ചാമ്പ്യൻസ് ട്രോഫിയും ഇക്കുറി കൊണ്ടുപോകുന്നത് കണ്ണൂർ ജില്ലയാണ്. കൂടാതെ നമ്മൾ പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകുന്നുണ്ട്. ഇത്തവണ ഈ മത്സരത്തിൽ പങ്കെടുത്ത് എ ഗ്രേഡ് നേടി പവലിയനിൽ എത്തി പ്രകടനം കാഴ്ചവെക്കുന്നവരിൽ നിന്ന് നറുക്കെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് അൽമുക്തദീർ ഡയമണ്ട് ആൻഡ് ഗോൾഡ് ജ്വല്ലറി ഗ്രൂപ്പിന്റെ ഒരു അൽഫത്ത 1 ഗ്രാം ഗോൾഡ് കോയിൻ പ്രോത്സാഹന സമ്മാനമായി നമ്മൾ നൽകുന്നുണ്ടായിരുന്നു. അതിനോടൊക്കെ മികച്ച പ്രതികരണമാണ് നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ നമ്മളുടെ 24ന്റെ പവലിയന് മുന്നിലൊക്കെ ഇപ്പോൾ ജനസാഗരമാണത് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതായാലും ഉദ്വേഗജനകമായ നിമിഷങ്ങൾ, ആകാംക്ഷയ്ക്ക് വിരാമമിട്ട് കണ്ണൂർ ജില്ലയിലേക്ക് പോവുകയാണ്. ഇക്കുറി 117 പവൻ തൂക്കമുള്ള സ്വർണ്ണ കപ്പ് അത് കൊണ്ടുപോവുകയാണ് കണ്ണൂർ ജില്ല. കോഴിക്കോട് ജില്ല 3 പോയിന്റിന്റെ വ്യത്യാസത്തിൽ കോഴിക്കോട് ജില്ലയ്ക്ക് ആ കപ്പ് നൽകേണ്ടി വരുന്നു കണ്ണൂരിന് എന്നുള്ളതാണ്. 1/4 നൂറ്റാണ്ടിന് ശേഷം കണ്ണൂർ ജില്ല കപ്പ് തിരികെ പിടിക്കുമ്പോൾ അതിന്റെ അഭിമാനം വാനോളമുണ്ട് എന്നുള്ളതാണ്. എനിക്ക് 62ാമത് അതിന്റെ ഫലങ്ങളൊക്കെ വന്നപ്പോൾ കണ്ണൂരിന് അത് കുറെ കൂടി ആധിപത്യം നൽകുന്നു. ഏറ്റവും ഒടുവിലായി സ്കിറ്റ് മത്സര ഫലങ്ങൾ കൂടി വന്നപ്പോൾ ഏതായാലും കണ്ണൂർ ഇക്കരി ഉറപ്പിച്ചു തന്നെയായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടതാണ്. കണ്ണൂർ മുന്നിലേക്ക് വരുന്നു, പിന്നീട് ഇന്നായപ്പോൾ വീണ്ടും കോഴിക്കോട്. പക്ഷേ ഉച്ച കഴിയുമ്പോഴേക്കും കണ്ണൂരിലേക്ക് അത് എത്തിച്ചേർന്നു. എങ്ങനെ അനുജ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ ഗ്ലാമറസ് മത്സരങ്ങളുടെ അവസാന ഘട്ടത്തിൽ എപ്പോഴും എല്ലാ കാലത്തും യൂത്ത് ഫെസ്റ്റിവലിന്റെ എല്ലാ ചരിത്രത്തിലും ഈ കഴിഞ്ഞകാല സമീപനത്തിലൊക്കെ കോഴിക്കോട് ഒരു വല്ലാത്ത തരം ആധിപത്യം പുലർത്തിയിരുന്നു. പക്ഷേ നാടൻ പാട്ട്, ഈ നമ്മൾ ഈ പലതരത്തിലുള്ള സാധനം, നാടൻ പാട്ടടക്കം നാടോടി നൃത്തമടക്കം പല കാര്യങ്ങളിലും ഇക്കുറി കണ്ണൂർ നടത്തിയ ഒരു ആധിപത്യമുണ്ട്. മാത്രവുമല്ല, ആദ്യ 2 ദിവസം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ആദ്യ 2 ദിവസം കോഴിക്കോട് പുലർത്തിയ ഒരു സമഗ്രാധിപത്യം അത് 3ാം ദിവസം തൊട്ട് കണ്ണൂർ പൊളിച്ചു തുടങ്ങി. പക്ഷേ അപ്പോഴും ആ ടേബിളിൽ പോയിന്റുകൾ മാറി മറിഞ്ഞിരുന്നു. അതായത് ഒരു ഘട്ടത്തിൽ കോഴിക്കോട് വന്നു, പിന്നീട് അത് പാലക്കാടായി, കണ്ണൂർ വന്നു, പിന്നീട് അത് 3ഉം റൊട്ടേറ്റ് ചെയ്ത് വരുന്ന സാഹചര്യം ഉണ്ടായി. ഒരു ഇടസമയത്ത് മുഴുവൻ കോഴിക്കോട് ആ പോയിന്റ് ടേബിളിന്റെ 1ാം സ്ഥാനത്തേക്ക് നിലയുറപ്പിച്ചു. പക്ഷേ വളരെ അപ്രതീക്ഷിതമായി കണ്ണൂർ വീണ്ടും വന്നു. ഒടുവിൽ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ കൊല്ലത്ത് നിന്ന് കപ്പ് ഉയർത്തുന്നത് കണ്ണൂരാകുന്ന കാഴ്ചയിലേക്ക് നമ്മൾ കാര്യങ്ങൾ പോവുകയാണ്. അല്പസമയത്തിനുള്ളിൽ ആ കലാകിരീടത്തിൽ കണ്ണൂർ മുത്തമിടും. ഞാൻ ആവർത്തിച്ച് പറഞ്ഞതുപോലെ തന്നെ കണ്ണൂരിനെ സംബന്ധിച്ച് അതൊരു സ്വീറ്റ് റിവെഞ്ച് ആണ്, ഒരു മധുര പ്രതികാരമാണ്. പ്രത്യേകിച്ച് കണ്ണൂർ കോഴിക്കോട് പാലക്കാട് പോരാട്ടം അതൊരു ട്രയോ പോരാട്ടമായി കഴിഞ്ഞ കുറേ നാളുകളായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നമ്മൾ കണ്ടതാണ്. ഇപ്പോഴത്തെ ഈ പോയിന്റ് ടേബിളിൽ നമ്മൾ പരിശോധിച്ചാൽ തന്നെ ആ പോയിന്റിലെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കണ്ണൂർ 952, കോഴിക്കോട് 949, 3 പോയിന്റ് വ്യത്യാസം. ആ 3 പോയിന്റിന് ഒരു പക്ഷേ അടുത്ത കലോത്സവത്തിന് മത്സര വീര്യത്തോളം ദൂരമുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. 3ാമത് പാലക്കാട് 938, തൃശ്ശൂർ 925, മലപ്പുറം 913. ഈ കലോത്സവം നടന്ന കൊല്ലം ജില്ലയിലാകട്ടെ 910. അങ്ങനെ ഈ പോയിന്റ് നില, പോയിന്റ് പട്ടിക, ജില്ലകളുടെ ആ ഒരു നിര, ആ പോയിന്റ് ടേബിളിലെ വ്യത്യാസങ്ങൾ, ആ റാങ്കിങ്ങിലെ വ്യത്യാസം, അതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഏതായാലും ഇപ്പോൾ അലക്സ് മുഹമ്മദ് അടക്കമുള്ള ആളുകൾ കൂടി, അതായത് ഈ കലോത്സവത്തിന്റെ മുഴുവൻ സമയവും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സമാപന സമ്മേളനത്തിന് മുഖ്യ അതിഥിയാകുന്നത് പത്മശ്രീ മമ്മൂട്ടി വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞു. നമുക്ക് ഏവർക്കും അദ്ദേഹത്തെ നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. മലയാളത്തിന്റെ പ്രിയ നടൻ, ഭാരതത്തിന്റെ അഭിമാനം പത്മശ്രീ മമ്മൂട്ടി ഇതാ ഈ വേദിയെ ധന്യമാക്കാൻ എത്തിക്കഴിഞ്ഞു. നമുക്ക് ഏവർക്കും അദ്ദേഹത്തെ ഹൃദ്യമായി, സ്നേഹമായി, സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യാം. കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സമാപന സമ്മേളനം ആരംഭിക്കുകയാണ്.